സെൻട്രൽ ഏഷ്യയിലെ കുട്ടികൾ പ്രധാനമായി ചോദിക്കുന്ന രാജ്യമാണ് കസാഖിസ്ഥാൻ. കസാഖിസ്ഥാൻ HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ഹൈ ആയിട്ടുള്ള യൂറോപ്പിനോട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. പോയി നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാവും കസാഖ് മസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എന്നാൽ മെഡിക്കൽ എഡ്യൂക്കേഷന് പറ്റിയ സ്ഥലമാണോ? കസാഖിസ്ഥാനിൽ ഒന്നാമത്തെ കാര്യം ഡെവലപ്മെന്റ് വെച്ച് നോക്കുന്ന സമയത്ത് കസാഖിസ്ഥാൻ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം കസാഖിസ്ഥാനിൽ ഒരുപാട് പഴക്കമുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി എന്നുള്ള ക്ലാസ്സുകൾ കസാക്കിൽ ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ കാര്യം കസാക്കിലെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് നോക്കുന്ന സമയത്ത് വളരെ വലുതാണ്. ഉസ്ബെക്കിസ്ഥാനൊക്കെ പോലെയാണ്. അതായത് ഇപ്പോൾ അൽഫറാബി യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഓട്ടോ എടുത്ത് പോകണം. എന്നാൽ ഈ യൂണിവേഴ്സിറ്റികൾ മെഡിസിന് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റു പല കോഴ്സുകളുണ്ട്. മെഡിസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ചെറിയ ഫാക്കൽറ്റീസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. നാലാമത്തെ കസാക്കിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കസാക്കിൽ $3500 മുതൽ $7000 വരെ ഫീസുള്ള ഡിഫറെന്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അതായത് ലോ കോസ്റ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, ഹൈ കോസ്റ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ ഇത് കസാക്കിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. അഞ്ചാമത്തെ കാര്യം കസാക്കിൽ ഇന്ത്യൻസിന് വിസ ഓൺ അറൈവൽ ആണ്. അതായത് ഇന്ത്യക്കാർക്ക് നമുക്ക് പ്രത്യേകിച്ച് വിസ ഒന്നും വേണ്ട. നമ്മൾ ഇവിടുന്ന് നേപ്പാളിൽ പോകുന്ന പോലെ നമ്മളെ പാസ്പോർട്ടും വെച്ച് 13 ദിവസം നമുക്ക് കസാക്കിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിനൊക്കെ ഒരുപാട് ആളുകൾ കസാക്കിൽ ടൂർ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കസാക്ക് ഇപ്പം മലയാളികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള രാജ്യമാണെന്നുള്ള വലിയ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേരൻസിന് ഇപ്പം മിഡിൽ ഈസ്റ്റിനാണെങ്കിലും കേരളത്തിനാണെങ്കിലും കുട്ടികളെ വന്നു നോക്കണമെങ്കിലൊക്കെ ജസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോയിട്ട് അവരുടെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. ആറാമത്തെ കാര്യം കസാഖിസ്ഥാന്റെ ലിവിങ് എക്സ്പെൻസ് ആണ്. അതായത് ജോർജിയ ലെവലിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും കസാഖിസ്ഥാനിൽ ഉസ്ബെക്കിസ്ഥാന്റെ എക്സ്പെൻസ് ഉള്ളൂ. അതായത് ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ് എന്നുള്ളത്. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ശരി, അപ്പാർട്ട്മെന്റിൽ നിൽക്കുകയാണെങ്കിൽ ശരി, ഏകദേശം ഒരു 20,000 രൂപയുടെ താഴൊക്കെ മാത്രമേ ലിവിങ് എക്സ്പെൻസ് കസാക്കിൽ വരുന്നുള്ളൂ. അപ്പൊ ഇത് ടോട്ടൽ ബഡ്ജറ്റിൽ സാധാരണ എഫക്ട് ചെയ്യാറുണ്ട്. ഇതും കസാക്കിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. കസാക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കസാക്കിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും NMC ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് ഇന്ത്യൻ എംബസി റിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നുണ്ട്. ഇനി കസാക്കിന്റെ ഡീമെറിറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ എംബസി ഓഫ് ആസ്ഥാന, അതായത് കസാഖിസ്ഥാനിലെ ഇന്ത്യൻ എംബസി കൃത്യമായിട്ട് NMC ഗൈഡ് ലൈൻസ് കസാഖിസ്ഥാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് കസാക്കിലെ ലോക്കൽ സ്റ്റുഡൻസിന് 7 വർഷത്തെ കോഴ്സാണ്. അതേ സമയത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ 6 വർഷത്തെ കോഴ്സാണ്. മുന്നേ കസാക്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരുന്ന 5 വർഷത്തെ കോഴ്സായിരുന്നു. 2021 NMC പുതിയ സർക്കുലർ കൊണ്ടുവന്നതിന് ശേഷം കസാഖിസ്ഥാൻ ആ 5 വർഷത്തെ കോഴ്സിന്റെ കൂടെ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആഡ് ചെയ്ത് 6 വർഷത്തെ കോഴ്സ് ആക്കിയിട്ട് 2022 ജൂലൈയിൽ അവരുടെ കരിക്കുലം ചേഞ്ച് ചെയ്തു. ഇതിലെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസാഖി സ്റ്റുഡൻസിന് 7 വർഷവും ഇന്ത്യൻ സ്റ്റുഡൻസിന് 6 വർഷവും ആണ് എന്നുള്ളത് മാത്രമല്ല. അതായത് നമ്മൾ ഈ 6 വർഷത്തെ കോഴ്സ് കസാഖിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് UK, US, കാനഡ, ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണലി മെഡിക്കൽ ഡിഗ്രിക്ക് ഇത്ര ക്ലോക്ക് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ പഠിച്ചിരിക്കണം എന്നുണ്ട്. അപ്പൊ ഈ ഡ്യൂറേഷൻ കസാഖിസ്ഥാനിലെ 6 വർഷത്തെ കോഴ്സ് കവർ ചെയ്യുന്നില്ല. 7 വർഷം കസാഖിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഡ്യൂറേഷൻ കവർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നേ കസാഖിസ്ഥാനിൽ 5 വർഷം പഠിച്ച കുട്ടികളെല്ലാം ഇന്ത്യയിൽ നിന്ന് വീണ്ടും കസാഖിസ്ഥാനിലേക്ക് തിരിച്ചുപോയി 2 കൊല്ലം പഠിച്ചിട്ടാണ് പിന്നെ UK പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കസാഖിസ്ഥാനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ 6 വർഷത്തെ കോഴ്സ് പഠിച്ചിട്ട് UK പോകാനുള്ള പ്രയാസം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ കാര്യം NMC ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു രാജ്യത്ത് പഠിച്ചാൽ ആ രാജ്യത്ത് വർക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചാൽ അവിടെ വർക്ക് ചെയ്യാൻ ലൈസൻസിങ് എക്സാം വേണ്ട എന്നുള്ളത് എംബസി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കസാക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കസാക്കി ലാംഗ്വേജിലോ അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട്. അത് എഴുതി ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് കസാക്കിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ലൈസൻസിങ് എക്സാം ഉണ്ട് എന്നുള്ളതും കസാക്കിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. അപ്പൊ കസാക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണെങ്കിൽ കസാക്കിൽ വലിയ പ്രശ്നം ഇല്ലെങ്കിൽ പോലും നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അത് ചിലപ്പം ഇഷ്യൂസ് ആയി വരാൻ സാധ്യതയുണ്ട്. കസാക്കിന്റെ നാലാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കസാക്കിൽ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം ഞാൻ വിസിറ്റ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കസാക്കിലുള്ള ക്ലിനിക്കൽസ് കുറച്ച് മോശമാണ് എന്നുള്ള രീതിയിലാണ്. ഞാൻ പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളിലല്ല, പക്ഷെ പല യൂണിവേഴ്സിറ്റികളിലും ക്ലിനിക്കൽസിന് അവർ വലിയ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. കുട്ടികൾ പൊതുവെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വെറുതെ നിൽക്കുക അല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ കിടന്നുറങ്ങുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ക്ലിനിക്കൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കസാക്കിൽ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം കസാക്കിന്റെ FMG പാസ് പെർസെന്റേജ് നോക്കുന്ന സമയത്തും ഒരു ഹ്യൂജ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എബോ എവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് പൊതുവെ കുറവാണ്. ഇനി ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ 3rd ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.